നമ്മൾ ഫെയിലായി കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തും, നമ്മളെല്ലാവരും കളിയാക്കും, നമ്മളെല്ലാവരും ചവിട്ടും. ഇതാണ് ബ്രോ സത്യം. ഇതേ കാര്യം തന്നെ നിങ്ങളുടെ 30ാമത്തെ വയസ്സിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 30ാമത്തെ വയസ്സിൽ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ എനിക്കിപ്പം വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. പല സിറ്റുവേഷൻ ഇനിയും നമ്മൾ ഫെയിൽ ആകും, നമ്മുടെ ലൈഫിൽ ഫെയിൽ ആകും, നമുക്ക് പ്രോബ്ലം വരും, നമുക്ക് ടെൻഷൻ വരും, നമുക്ക് കരച്ചിൽ വരും, നമുക്ക് വിഷമം വരും, നമ്മളെ ചീറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സംഭവിക്കും. പക്ഷേ എൻ്റെ ലൈഫിലും എൻ്റെ പേരൻസിന് മുമ്പിലും ഞാൻ ഫെയിലായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാനും എൻ്റെ ഫ്രണ്ടും +2 ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ, മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയെങ്കിലും ഒപ്പിക്കും. വീടിനടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂൾ ഏതൊക്കെയാണെന്ന് പോയി നോക്കി, അവിടെ പോയി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിന് ലേണേഴ്സ് ഉണ്ട്, അത് പാസ്സാവണം, അത് കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് വരുന്നത്, അതിന് ഇത്ര പ്രാക്ടീസ് ഉണ്ട് എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഞാനും അവനും കൂടെ പോകും ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കാറൊക്കെ ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ മാരുതിയില്ല, അപ്പം നല്ല രസം, മാരുതി ഓടിക്കാനും നല്ല രസം. അപ്പം ഇതിങ്ങനെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ നമ്മളെ കൊണ്ടുപോകും, നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സേഫ് ആണ്, കാരണം നമ്മളെ പഠിപ്പിക്കുന്ന ആളുടെ കയ്യിൽ ഗിയറും ക്ലച്ചും ഒക്കെ ഉണ്ടാണ്ട് എങ്ങും പോയി ഇടിക്കത്തൊന്നുമില്ല. എങ്ങനെ എടുക്കണം, അത് കമ്പിലൊന്നും തട്ടാതെ എങ്ങനെ ഇട്ടെടുക്കണം, അത് ഞങ്ങൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പറഞ്ഞു ഇനി ടെസ്റ്റ് റെഡിയായി, അത് വേറൊരു സ്ഥലത്ത് വെച്ചാൽ ടെസ്റ്റ്, ഞങ്ങൾ അവിടെ പോകണം എന്ന് പറഞ്ഞു. ഈ ഗ്രൗണ്ടിലല്ല, നമ്മളിപ്പോൾ പഠിച്ച ഗ്രൗണ്ടിലുള്ള ടെസ്റ്റ്, അത് വേറൊരു ഗ്രൗണ്ടിലാണ്. ടെസ്റ്റ് ഡേറ്റ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ട്. അതിന് മുമ്പ് പിറ്റേന്ന് ഞാൻ പോയിട്ട് HK എടുത്ത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ സമയത്ത് അതിന് 2-3 മാസം മുമ്പ് വീട്ടിലിങ്ങനെ ഒരു പുതിയ വണ്ടി എടുത്തായിരുന്നു. അപ്പം അതൊക്കെ എനിക്കിങ്ങനെ ഓടിക്കാനൊക്കെ അറിയാം. മെയിൻ റോഡിലൊന്നും അങ്ങനെ ഇറക്കത്തില്ല, പക്ഷെ നമ്മുടെ സബ് റോഡിലൊക്കെ ഇങ്ങനെ ഇട്ട് ഞാൻ ഓടിക്കുകയൊക്കെ ചെയ്യും. എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം. അവനും കാറൊന്നും മേടിച്ചിട്ടില്ല ആ സമയത്ത്. അപ്പൊ ഞാനും അവനും കൂടെ ബൈക്കിൽ കയറി പോവാ, ആക്റ്റീവ് ഉണ്ട് അവൻ. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കയറി ആ സ്ഥലത്ത് പോകും. അവിടെ ചെന്നപ്പോൾ വലിയൊരു ഗ്രൗണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്, കുറെ ഡ്രൈവിംഗ് സ്കൂളിൽ ഇങ്ങനെ ഏജന്റുമാർ ഇങ്ങനെ വരുന്നുണ്ട്, എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ MBയുടെ 2-3 സാറുമാരൊക്കെ ഇരിപ്പുണ്ട്. നമ്മുടെ ലേണേഴ്സ് പേപ്പർ വെച്ചിട്ട് അവർ നമ്മളെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ ആയപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ലൈനിൽ നിൽക്കും. ആദ്യം നമ്മളെ കൊണ്ട് എടുപ്പിച്ച 8-ഉം 8ന്റെ ഡ്രൈവിംഗ് സിസ്റ്റം, അത് അടിപൊളിയായിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് വരുന്ന എനിക്ക് ഏറ്റവും വേണ്ടത് കാരണം വീട്ടിൽ കാറ് മേടിച്ചിട്ടേക്കോ, എനിക്കിനി കിട്ടിയിട്ടാണ് വണ്ടി നല്ലോണം ഓടിക്കാം. ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ലൈനിൽ നിർത്തിയേക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരും എടുക്കുന്നതൊക്കെ ഇങ്ങനെ കാണാം. ഞങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂൾ അടുത്തത്. അപ്പൊ എന്റെ ഫ്രണ്ട് ബാക്കി ഇപ്പോണ്ട്, എന്റെ മുന്നേ പഠിച്ചവരൊക്കെ ഇങ്ങനെ നിപ്പോണ്ട്, ചേച്ചിമാരൊക്കെ നിപ്പോണ്ട്. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ പോകുന്നുണ്ട്. ഞാനിങ്ങനെ എന്തോ ആവോ എങ്ങനെയാന്നൊക്കെ ഉള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പം ഒരാൾ പോയിട്ട്, ഒരു ചേട്ടനായിരുന്നു, ആ ചേട്ടൻ അടിപൊളിയായിട്ട് എടുത്തു. ഒരു ചേച്ചി, ആ ചേച്ചിയുടെ ഏതോ കമ്പി അങ്ങനെ ഇടിച്ചോണ്ട് വണ്ടി ഇങ്ങനെ റേസ് ചെയ്തു പോയി. റൈറ്റ്. അപ്പോൾ ഈ സാറ് പോരാ, ഹോൺ അടിക്കും. സാറ് കാറിനകത്ത് തന്നെ ഇരിക്കും, അയാൾ കാറിനകത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ഹോൺ അടിക്കും, മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ പേപ്പർ കൊണ്ട് സാറിനെ വന്ന് കാണണം, പിന്നെ റിപ്പീറ്റ് അടിക്കും, അതാ സംഭവം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു, എന്നെ വിളിച്ചു. അപ്പൊ ഈ കമ്പിയൊക്കെ ഇവരിങ്ങനെ അടിച്ചടിച്ചൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് എന്തോട്ട് ഇങ്ങനെ ടെൻഷൻ വരുന്നുണ്ട്. കയറുന്നതിന് മുമ്പ് എന്നോട് ആ പഠിപ്പിക്കുന്ന ആ ചേട്ടൻ ഉണ്ടല്ലോ, ആ ചേട്ടൻ പറഞ്ഞു, എടാ നോക്കിയെടുക്കണം, ഈ സാറിച്ചിട്ട് പ്രശ്നം, ഇയാൾ അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞു. ലൈസൻസ് തരത്തില്ല, നല്ലോണം ചെയ്താലേ തരത്തുള്ളൂ പുള്ളി പറഞ്ഞു. ഓക്കെ, അപ്പോഴത്തേക്ക് ഇങ്ങനെ ടെൻഷൻ വന്നു. ഞാൻ ഇങ്ങനെ മാരുതി കയറിയിരുന്നു. ഞാൻ വണ്ടി ഓണാക്കി, ഫസ്റ്റ് ഇട്ടു, ഇങ്ങനെ വണ്ടി എടുത്ത് നേരെ പോയി HE കൂടി ഇങ്ങനെ പോയി റിവേഴ്സ് എടുത്ത് ഇങ്ങനെ വന്നിട്ട് ഞാൻ നേരെ ഇങ്ങോട്ട് എടുത്തു ബ്രോ, നേരെ അങ്ങോട്ട് എടുത്തു. സാധാരണ നമ്മൾ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എങ്ങനെയാ പോണേ. ഞാൻ നേരെ ഓപ്പോസിറ്റ് ചെയ്തു. ഒരു കമ്പിയിൽ ഒന്നും തട്ടിയിട്ടില്ല. ഞാൻ തല തിരിച്ചെടുത്തു. അപ്പോഴേ അയാൾ ഹോൺ അടിച്ചു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഒരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായ എടുക്കേണ്ടത് അങ്ങനല്ല. ഇപ്പൊ ഹോൺ അടിക്കുമ്പോൾ കാറെടുത്ത് പിന്നെ നേരെ കൊണ്ടിടണം, ആ തുടങ്ങുന്ന അവിടെ കൊണ്ടിടണം. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, നീ എന്തോടെ കാണിക്കും, ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞ് ഡോർ തുറന്നു. ഞാൻ ഇറങ്ങി, നാണം കെട്ട് ചമ്മി നാശപ്പിടിച്ചത്. കാരണം നമ്മൾ എവിടെങ്കിലും പോയി ഇടിച്ചാലും കുഴപ്പമില്ലായിരുന്നു. ഇത് തിരിച്ചെടുത്ത് വെച്ചിരിക്കുന്നു, മന്ദബുദ്ധി. അപ്പോൾ ഞാൻ ഈ പേപ്പർ കൊണ്ട് സാറിന്റെ അടുത്തോട്ട്, സാറേ എങ്ങനെയാലും ഞാൻ ഒന്നും കൂടെ എടുക്കാൻ സാർ, റിപ്പീറ്റ് വന്നാൽ മതി, മോനെ 8 കിട്ടിയോന്ന് ചോദിച്ചു. ആ സാറേ കിട്ടിയെന്ന് പറഞ്ഞു. തീർന്നു. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഇങ്ങനെ ടെൻഷനായിട്ട് വിടാ, നീ എന്തോ കാണിച്ചേ, അവൻ ടെൻഷനായിട്ട് പോവാ, അവനും ടെൻഷനായി. പക്ഷെ അവന് കറക്റ്റായിട്ട് അവൻ ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് ലേണേഴ്സ് എഴുതി, ഒരുമിച്ച് പഠിക്കാൻ പോയി, ഒരുപോലെ ചെയ്തിട്ട് അവസാനമായപ്പോൾ എനിക്ക് മാത്രം കിട്ടിയില്ല, പക്കാ ഫെയിലിയർ. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആദ്യം ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ വിളിക്കുക. ഡ്രൈവിംഗ് സ്കൂളുകാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത്, അടുത്ത ഡേറ്റ് എന്നാ ചേച്ചി ഉള്ളതെന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, എടാ അടുത്ത ഡേറ്റ് ഇനി പെട്ടെന്നൊന്നും കിട്ടില്ല. പക്ഷേ പറഞ്ഞു, എനിക്ക് ഇപ്പം തന്നെ വേണം, എനിക്ക് ഉടനെ തന്നെ വേണം എന്ന് പറഞ്ഞു. ഞാൻ ആ ദിവസം ഫുള്ളി ഞാൻ പ്രിപ്പയർ ചെയ്തു ബ്രോ. ഞാൻ ചുമ്മാ പറയുമല്ല, ഞാൻ ഫുള്ളി ഫോക്കസ് ചെയ്തിരുന്നത് എങ്ങനെ ഇത് കറക്റ്റായിട്ട് ചെയ്യാം, ഇതിന്റെ സയന്റിഫിക് വേ എങ്ങനെയാണ്, എവിടെയാണ് നമ്മുടെ ഷോൾഡറിന്റെ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്. കാരണം എനിക്ക് ഡ്രൈവിംഗ് ചെയ്യാൻ അറിയാം, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ എടുത്ത് തിരിച്ചു വെച്ചു. അപ്പൊ എന്റെ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതൊരു ഫെയിലിയർ ആണ്. ഞാൻ ഇതെല്ലാം ആ സമയത്ത് ഇരുന്ന് പഠിച്ചു ബ്രോ. ഞാൻ എന്നിട്ട് എപ്പോഴും ഇങ്ങനെ മൈൻഡിൽ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ എന്റെ മൈൻഡ് ഞാൻ പഠിപ്പിച്ചു, റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചു. അടുത്ത വട്ടം ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. സൂപ്പറായിട്ട് ക്ലീൻ ഔട്ടിൽ തന്നെ ടെസ്റ്റും ചെയ്തു, ടെസ്റ്റ് ഡ്രൈവും ചെയ്തു, റോഡിൽ ചെയ്യുന്ന
അടിപൊളിയാണ് സാർ പറഞ്ഞു, ലേണേഴ്സ് കിട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ലൈഫിൽ ഫെയിൽ ആവും. നമ്മുടെ ഈ കോളേജിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതോട്ട് നിങ്ങൾ ഫെയിൽ ആവില്ലേ, നിങ്ങൾ ഫെയിൽ ആയ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനല്ല ബ്രോ സത്യത്തിൽ. ലൈഫിൽ അങ്ങനല്ല. ലൈഫിൽ നമ്മൾ ഫെയിൽ ആവും. ചിലപ്പോൾ നമ്മൾ ഒരു സക്സസ് എത്തിയിട്ടായിരിക്കും നമ്മൾ ഫെയിൽ ആവുന്നത്, അല്ലെങ്കിൽ തുടക്കം തൊട്ട് നമ്മൾ ഫെയിൽ ആവും. നമുക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ചിലപ്പോൾ കാണത്തില്ല. നമുക്ക് എന്താ അവിടെ സംഭവിച്ചത്, ഞാൻ പിന്നെയും ഈ മിസ്റ്റേക്ക് തന്നെ ആണല്ലോ ചെയ്യുന്നേ എന്ന് നമുക്ക് ഫീൽ ആവും. അത് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഈഗിൾ മൈൻഡ് സെറ്റ് ആണ്. നിങ്ങളുടെ മുമ്പിലുള്ളത് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഒരു റാറ്റിന്റെ കൂട്ട്, ഒരു നോർമൽ പിയോൺ പെസന്റ് കൂട്ട്. നിങ്ങളുടെ ചുറ്റിനും ഇപ്പൊ ആൾക്കാരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അവരുടെ ലൈഫ് കൂട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഒരു ഈഗിളിന്റെ ലൈഫ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. ഒരു ഈഗിളിന്റെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലാണ് ചോയ്സ്. നമ്മൾ ഫെയിൽ ആയി കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തും, നമ്മളെല്ലാവരും കളിയാക്കും, നമ്മളെല്ലാവരും ചവിട്ടും. ഇതാണ് ബ്രോ സത്യം. ഈ സമയത്ത് നമ്മൾ എല്ലാവരുടെയും കൂട്ട്, കോമൺ പിയോൺ പെസന്റ് ആൾക്കാരുടെ കൂട്ട് നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിനി രക്ഷപ്പെടത്തില്ല, എനിക്കിനി അത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എത്ര വട്ടം ഇനി അത് ചെയ്താലും എന്നെ കൊണ്ട് ഇത് രക്ഷപ്പെടാനേ പറ്റത്തില്ല. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബ്രോ റാറ്റ് മൈൻഡ് സെറ്റ് ആണ്. അല്ല, നമുക്കൊരു ഈഗിൾ മൈൻഡ് സെറ്റിൽ തിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് രക്ഷപ്പെടണം, ആ ഫെയിലിയറിൽ നിന്ന് നമുക്ക് പാഠം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ലൈഫിൽ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ കൊണ്ടേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫെയിൽ ആവത്തുള്ളൂ. 1, നമ്മൾ ടൈം വേസ്റ്റ് ആക്കി നമ്മൾ ഫെയിൽ ആവാം. 2, നമ്മുടെ ലേസിനെസ് കൊണ്ട് നമ്മൾ ഫെയിൽ ആവാം. 3, ഇതാണ് ബ്രോ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ എത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് കഷ്ടപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി വർക്ക് ചെയ്താലും ചിലപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ ഫെയിൽ ആവാം. ഫെയിലിയർ അറ്റ് ഹാർഡ് വർക്ക്. ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫെയിൽ ആവത്തുള്ളൂ. സോ ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ഇതാണ്: ഈ 3 കാര്യത്തിൽ ഏതുകൊണ്ടാണ് ഞാൻ ഫെയിൽ ആയത്? നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ഫെയിൽ ആയത്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അല്ലെങ്കിൽ ലേസിനെസ് കൊണ്ടാണോ, നമ്മുടെ മടി കൊണ്ടാണോ നമ്മൾ ഫെയിൽ ആയത്? അതോ നമ്മൾ കഷ്ടപ്പെട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാര്യം ചെയ്തു എന്നിട്ട് നമ്മൾ ഫെയിൽ ആയി? ഇതിനകത്ത് ഏതാണ് നമ്മുടെ കാറ്റഗറി എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അതാണ് നമ്പർ 1 നമ്മൾ ചെയ്യേണ്ടത്. എന്താണ് ബ്രോ ടൈം വേസ്റ്റ് ചെയ്ത് നമ്മൾ ഫെയിൽ ആവുക എന്ന് പറഞ്ഞാൽ, നമുക്ക് കുറേ ഗോൾ ഉണ്ടായിരിക്കും. നമുക്ക് 6 മാസം കൊണ്ട് ജിം സെറ്റ് ആക്കണോ നമ്മളൊരു ഗോൾ വെച്ചിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് എനിക്ക് ഇത്രയും രൂപ, ഇത്രയും മണി എനിക്ക് സെറ്റ് ചെയ്യണമെന്ന് ഉള്ളൊരു ഗോൾ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. നമ്മൾ പല ഗോളും നമ്മളങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് നമ്മൾ വെക്കും. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ, ആ 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അച്ചീവ് ചെയ്തില്ല. ആ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, പക്ഷെ എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ട്? എൻ്റെ ടൈം ഇത്രയും പോയി. ബ്രോ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരേ ഒരു ചോദ്യം ചോദിക്കുന്നു. നമ്മളിപ്പോൾ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഇതൊക്കെ നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ, ഞാൻ സെൽഫ് ഇമ്പ്രൂവ്മെന്റ് ഒക്കെ നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ, ഞാൻ ജിമ്മിൽ പോകുന്നതൊക്കെ നേരത്തെ ചെയ്തായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ അടിപൊളിയായിട്ടൊരു ബോഡി ഉണ്ടായേനെ, അടിപൊളിയായിട്ട് എനിക്കൊരു മൈൻഡ് സെറ്റ് കണ്ടേനെ, ഇല്ലേ? ഇതേ കാര്യം തന്നെ നിങ്ങളുടെ 30ാമത്തെ വയസ്സിൽ നിങ്ങൾ തിങ്ക് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. 30ാമത്തെ വയസ്സിൽ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ഇതൊക്കെ ചെയ്തായിരുന്നെങ്കിൽ എനിക്കിപ്പം വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ തിങ്ക് ചെയ്യുന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ബ്രോ, ദാറ്റ് ഈസ് ഡീപ്പ് ബ്രോ. ഒരിക്കലും അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ വരാൻ പാടില്ല. കാരണം ഈ പിയോൺ പെസന്റ് റാറ്റ് ലൈഫ് നടത്തുന്നവരെല്ലാവരും ആ ലൈഫിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരവരുടെ 30-35ാമത്തെ വയസ്സിൽ, എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ ഇത് ചെയ്താൽ മതിയായിരുന്നു, 20ാമത്തെ വയസ്സിൽ ഞാനിങ്ങനെ കള്ളും കഞ്ചും അടിച്ച് ബോധമില്ലാതെ നടക്കണ്ടായിരുന്നു എന്ന് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കൊരിക്കലും ആ സിറ്റുവേഷനെ എത്തണ്ട. ആ സിറ്റുവേഷൻ ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊരു സിറ്റുവേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഈ കാര്യം കൊണ്ടാണോ ഫെയിൽ ആവുന്നത്? നമ്മൾ ടൈം വേസ്റ്റ് ചെയ്തിട്ടാണോ ഫെയിൽ ആവുന്നത്? ഇപ്പോൾ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഗോൾ സെറ്റ് ചെയ്യുന്ന ഗുഡ് തിങ് ആണ്. നിങ്ങൾ 6 മാസം 1 വർഷം നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് നിന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രിക്കാണ്, ഒരു സീക്രട്ട് ആണ്. നമ്മൾ മിഡിൽ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു മിഡിലിൽ നമ്മൾ എത്രമാത്രം അച്ചീവ് ചെയ്തു. ഇപ്പൊ 6 മാസത്തെയാണ് നിങ്ങളുടെ ഒരു ഗോളെങ്കിൽ, ആ 3ാമത്തെ മാസം ആവുമ്പോൾ, പകുതി മാസം ആയില്ലേ, ആ മാസം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്തു? നിങ്ങളുടെ ബോഡി വെയിറ്റ് കുറഞ്ഞോ? നിങ്ങളുടെ മസിൽ ഗെയിൻ നടന്നോ? നല്ല പോണം. ഈ ഒരു സംഭവം ഇത് നമ്മൾ മാർക്ക് ചെയ്യുക തന്നെ വേണം. ഇതിനെ ഇനിയും സബ്ബാക്കണം. ഇതിന്റെ പകുതി 1.5 1.5 ആയപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? സോ ബ്രോ, ഈ കണ്ടിന്യൂസ്ലി റിവാലുവേഷൻ നമ്മൾ നടത്തിയിരിക്കണം. ഇതില്ലെങ്കിൽ ഞാനൊരു ഗോൾ സെറ്റ് ചെയ്തു, എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്, ഞാനിങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന്.
സോ ഒരിക്കലും ഈ മിസ്റ്റേക്ക് നമ്മൾ ചെയ്യരുത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് ലേസിനെസ്. എന്താണ് ബ്രോ ലേസിനെസ് എന്ന് പറഞ്ഞാൽ? ലേസിനെസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അത് സിംപിളി ഒരു കാര്യം നിങ്ങൾക്കില്ല എന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല. നമ്മുടെ ലൈഫിൽ നമുക്ക് കൺസിസ്റ്റൻസി ഇല്ല. നമ്മളിപ്പോഴും ഈ സമയത്തും നമ്മൾ കംഫോർട്ടിനെയാണ് എൻജോയ് ചെയ്യുന്നത്. നിങ്ങളുടെ മൈൻഡ് സോഷ്യൽ മീഡിയയുടെ അഡിക്ഷനിലാണ്. ഇതാണ് റീസൺ. പോൺ അഡിക്ഷൻ്റെ ഡാർക്ക് മൈൻഡ് സെറ്റിലാണ്. ഈ പോൺ അഡിക്ഷൻ്റെ ഡാർക്ക് മൈൻഡ് സെറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇതുകൊണ്ടാണ് ലേസിനെസ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുള്ള് പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡാണ്. നമ്മൾ ഒരു ഷുഗർ കട്ടോ നമ്മളുടെ ലൈഫിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവും നമ്മുടെ ലൈഫിൽ ചെയ്യുന്നില്ല. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും ഇങ്ങനെ വറി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. നമുക്ക് ഒരു കാര്യവും സന്തോഷിക്കാൻ, ചിരിക്കാൻ, ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം ലേസിനെസ് ആണ് ബ്രോ. നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ല എന്നതാണ് ബ്രോ. അതുപോലെ തന്നെ ഈ കംഫോർട്ട് സോണിൽ നമ്മുടെ മൈൻഡ് പെട്ടിരിക്കുന്നു. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, ബി ദ പാർട്ട് ഓഫ് ഇസഡ് ഗ്രൂപ്പ്. ഈ സെൽഫ് ഇംപ്രൂവ്മെന്റ് നമ്മൾ ചെയ്യുക. ഈ പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഏറ്റെടുത്ത് ഹാർഡ് വർക്കോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുക. ആൻഡ് ഞാൻ ചുമ്മാ പറയുന്നില്ല, ഐ ബിലീവ് ഇൻ യുവർ സെൽഫ്. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. യു ക്യാൻ ഡു ഇറ്റ്. മൂന്നാമത്തെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഫെയിലിയർ അറ്റ് ഹാർഡ് വർക്ക്. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, നമ്മൾ ബോക്സിങ് പഠിക്കാൻ പോവുക. നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ ബോക്സിങ് പ്രാക്ടീസ് ഉണ്ട്. നിങ്ങളുടെ സ്കൂളിൽ വെച്ച് നടക്കുന്ന എല്ലാ പെൺകുട്ടികളും, എല്ലാ ടീച്ചർമാരും, എല്ലാ സാറുമാരും എല്ലാവരും കാണും. നിങ്ങളും നിങ്ങളുടെ മെയിൻ ഒരു ശത്രു, ഒരു ഫ്രണ്ടും ഉണ്ട്. അവനുമായിട്ടാണ് ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ അവൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവൻ കുറേ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങളും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. പക്ഷേ ആ 6 മാസം കഴിഞ്ഞ് ആ റിങ്ങിൽ ആ ബെല്ലടിക്കുന്ന സമയത്ത്, ഒന്നാമത്തെ റൗണ്ടിൽ ബെല്ലടിക്കുന്ന സമയത്ത് എങ്ങനെയോ അവൻ നിങ്ങളെ ടാക്കിൾ ചെയ്ത് നിങ്ങളെ വീഴ്ത്തി, നിങ്ങളുടെ ബോധം പോയി, നിങ്ങൾ മൈൻഡ് ഔട്ടായി, അവൻ വിൻ ചെയ്തു. ബ്രോ, ആ പെയിൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇമാജിൻ ചെയ്ത് നോക്കൂ ബ്രോ. എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ ബോധമില്ലാതെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ആൾക്കാരെ നോക്കുന്നത്. കാരണം നിങ്ങൾ അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തു, നിങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടു ഇതിനു വേണ്ടി. പക്ഷെ എന്തുകൊണ്ടോ അവൻ ജയിച്ചു. ബ്രോ, ഈ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരിക്കലും മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 90% ഓഫ് ആൾക്കാരും ഇവിടെ ചെയ്യുന്നത് വെച്ചാൽ റാറ്റ് മൈൻഡ് സെറ്റ് ആണ്. ഒരിക്കലും ആ റാറ്റ് മൈൻഡ് സെറ്റ് നമ്മൾ ഇവിടെ സ്വീകരിക്കില്ല. നമുക്ക് ദേഷ്യം വരും, നമുക്ക് വിഷമം വരും, എല്ലാം വരും, എനിക്കത് മനസ്സിലായി. പക്ഷേ നമ്മൾ ഒരിക്കലും ഈ റാറ്റ് മൈൻഡ് സെറ്റ് നമ്മൾ ഇവിടെ സ്വീകരിക്കരുത്. കാരണം ഈ മൈൻഡ് സെറ്റാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യവും ലൈഫിൽ റിയലി ചെയ്യാൻ പറ്റത്തില്ല. ബ്രോ, നമ്മൾ ഫെയിൽ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഫെയിൽ ആയിപ്പോയി. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഇവിടെ ഇമോഷണലി ഇൻവോൾവ് ആവില്ല. നമ്പർ 1 തിങ് അതാണ്, നമ്മൾ ഇമോഷണലി ഇൻവോൾവ് ആവില്ല. ഓ, അങ്ങനെ ചെയ്തു, ഞാൻ ഇത്രയും വട്ടം കഷ്ടപ്പെട്ടു, ഇനി എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഫെയിലായി, അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഇമോഷണലി ഇതിനകത്ത് ഡിപ്പെൻഡ് ആയി പോകരുത്, വിഷമിക്കരുത്. അങ്ങനെ ഒരുപാട് നമ്മൾ കയറി വിഷമിക്കരുത്. രണ്ടാമത് ചെയ്യേണ്ട വേറൊരു കാര്യമില്ല, കൃഷ്ണൻ അർജുനോട് പറഞ്ഞ ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, ഫോക്കസ് ഓൺ യുവർ ധർമ്മ, നോട്ട് ഓൺ യുവർ റിസൾട്ട്. നമ്മുടെ റിസൾട്ട് എന്തും ആയിക്കോട്ടെ, പക്ഷേ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളുടെ ഗോളിന് വേണ്ടി അത് പിന്നെയും എനിക്ക് വേണം എന്ന ഫോക്കസോടെ, ആ ഇങ്ങനെ സൈഡ് രണ്ടും കെട്ടിവെച്ച ആ കുതിരയുടെ കൂട്ട് ആ ഫോക്കസോടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ അച്ചീവ് ചെയ്യാൻ വിചാരിച്ചിരിക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ അത് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാലാമത്തെ പോയിന്റ്, വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ആസ് എ മെൻ നമ്മുടെ ലൈഫിൽ ഒരു റൂൾ ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കണം ബ്രോ. ഈ റൂൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യു ആർ മാസ്കുലിൻ. അതാണ് അർത്ഥം. ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. വേറെ ഒന്നും വേണ്ട ബ്രോ. ഇമാജിൻ ചെയ്ത് നോക്കി ബ്രോ, ഞാൻ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടെയെങ്കിലും ഒരു സാധനം വെച്ചാൽ അതവിടെ കാണത്തില്ല. തോർത്തോ ബാഗോ ചെരുപ്പോ എവിടെയെങ്കിലും എന്തെങ്കിലും കൊണ്ട് വെച്ചാൽ അതവിടെ പിന്നെ കാണത്തില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ബഹളം വെച്ചോണ്ടായിരിക്കും വീട്ടിൽ. ഓ, എന്താ അമ്മ ഇതെടുത്ത് മാറ്റുന്നത്, ഞാൻ പറഞ്ഞിട്ടില്ലോ എൻ്റെ സാധനത്തിൽ തൊടില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ നാളേക്കും എല്ലാവരും ചെയ്യുന്നതിനോട്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ആ സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ കുഞ്ഞുനാളിൽ പറയുമ്പം തൊട്ട് ആ സമയത്തെല്ലാം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എന്നെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, എൻ്റെ കാര്യം തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നാലോ അത് നഷ്ടപ്പെട്ടാലോ ഞാൻ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നു. അത് ഞാനാണ് അവിടെ വെച്ചതില്ലേ, ഞാനാണ് അവിടെ വെച്ചത്.
അപ്പം അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുത്തില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എ മാസ്കുലിൻ തിങ്. നമുക്കൊരു മാസ്കുലിൻ മെൻ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ലൈഫിലെ ഫെയിലിയേഴ്സും നമ്മൾ ഇതുപോലുള്ള ഡിപ്രഷനും നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരും നിങ്ങളെ ചവിട്ടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഇല്ലേ, ഇവരുടെ മുമ്പിൽ നമുക്ക് തോക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ശരിയാടാ ഞാനവിടെ ഫെയിൽ ആയിപ്പോയി, പക്ഷേ ഐ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓൺ ഇറ്റ്. എന്റെ കുഴപ്പമാണ്, നിന്റെ കുഴപ്പം കൊണ്ടല്ല, നീ എന്നെ ഇപ്പൊ കളിയാക്കുന്നതുകൊണ്ടല്ല, നീ എന്നെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യാത്തോണ്ടുമല്ല, എന്റെ കുഴപ്പം കൊണ്ടാണ്. ഐ ഫെയിൽഡ് ഇറ്റ്. ഞാൻ ഇതാണ് നമുക്ക് വേണ്ടത് ബ്രോ, വേറൊന്നും നമുക്ക് വേണ്ട. നമ്മൾ ഏതൊരു സിറ്റുവേഷനിൽ ഫെയിൽ ആയാലും നമുക്ക് വേണ്ട മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കാരണം വേറെ ഒരാളും വരത്തില്ല ബ്രോ നമുക്ക് വേണ്ടി, നമ്മൾ ചെയ്ത മിസ്റ്റേക്കിന് വേണ്ടി റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വേറെ ഒരാളും വരത്തില്ല. നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പെൺകുട്ടി നിങ്ങളെ റിജക്ട് ചെയ്തു, അപ്പം അവള് കാരണമാണ്, അവൾക്ക് നേരത്തെ ലൈൻ ഉണ്ടായിട്ടാണ്, ഞാൻ ഇങ്ങനെ കൊള്ളാത്തോണ്ടാണ്, എനിക്ക് ലുക്ക് ഇല്ലാത്തോണ്ടാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് കുറ്റം പറയാം. പക്ഷേ ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇറ്റ്. കാരണം നമ്മൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ ശക്തിയില്ല ബ്രോ, റിയലി നമുക്ക് ശക്തിയില്ല. ആലോചിച്ച് നോക്കി, ആ ബോക്സിംഗ് മാച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അത്രയും ആൾക്കാരുടെ മുമ്പിൽ, പക്ഷെ അവിടെ നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്തില്ല. റെഫറി ശരിയാവാത്തോണ്ടാണ്, റിങ് പോരാത്തോണ്ടാണ്, വെതർ കൊള്ളാത്തോണ്ടാണ്, ഇങ്ങനെ നമുക്ക് കുറ്റം പറയില്ലേ, 100 കുറ്റങ്ങൾ നമുക്ക് പറയാം. പക്ഷേ നമ്മളവിടെ റെസ്പോൺസിബിലിറ്റി എടുത്തില്ല. ഞാൻ കാരണമാണ്, ഞാൻ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാത്തോണ്ടാണ് ഞാൻ ഫെയിൽ ആവുന്നത്. ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു പവറാണത്. ഇങ്ങനെയാണ് ആൾക്കാര് കാമായിട്ടിരിക്കുക. ഏറ്റവും വിജിലന്റ് ആയിട്ടുള്ള, ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അലക്സ് ജോൺസിന്റെ കൂട്ടുള്ള ആൾക്കാർ ബോഡി ലാംഗ്വേജ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം അവനൊരു ഫൈറ്റിന് മുമ്പിൽ അവൻ കാമാണ്, കൂളാണ്. ഒരു കാര്യമില്ല, TRPക്ക് വേണ്ടി എന്തെങ്കിലും സംസാരം ഉണ്ടാക്കുമായിരിക്കും, പക്ഷെ വേറെ ഒരു കാര്യമില്ല. ബോഡി പുള്ളിയുടെ കാമും കൂളും ആയിരിക്കും. കാരണം എന്താണ്, ഹി ടേക്ക് ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. എനിക്കറിയാം ബ്രോ, നമ്മൾ ഈ പറഞ്ഞ 3 കാര്യത്തിൽ നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂസ്ലി ഫെയിൽ ആവും, ഇനിയും നമ്മൾ ഫെയിൽ ആവും, ഉറപ്പായിട്ട് ഫെയിൽ ആവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരിക്കലും അതൊരു റാഡ് മൈൻഡ് സെറ്റിലല്ല നമ്മൾ അത് അബ്സോർവ് ചെയ്യേണ്ടത്. ആൾക്കാർ പറയുകയാണ്, നീ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റത്തില്ല. ആണോ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ലയോ എന്ന് നമ്മളിങ്ങനെ വിഷമിച്ചിരുന്ന ഉറപ്പായിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ എടുക്കുന്നത് ഈഗിൾ മൈൻഡ് സെറ്റിലാണെങ്കിൽ, നമ്മൾ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇതുപോലെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിൽ ആയത് എന്ന്. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എന്തുകൊണ്ട് നിങ്ങൾ ഫെയിൽ ആയി, ആ ഫീഡ്ബാക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ വേണം. ആ ബോക്സിംഗ് മാച്ചിൽ ഞാൻ ഫെയിൽ ആയത് എൻ്റെ ഈ റൈറ്റ് ഹുക്ക് കൊള്ളാത്തോണ്ടാണ്, എൻ്റെ റൈറ്റ് ഹുക്കിന് പവർ ഇല്ലാത്തോണ്ടാണ്, അതുകൊണ്ടാണ് നിങ്ങൾ ഫെയിൽ ആയത്. മനസ്സിലായില്ലേ? ഇങ്ങനെ നമ്മളെ ഫീഡ്ബാക്ക് തന്നുകൊണ്ടേയിരിക്കുക. ദെൻ യു വിൽ ബിക്കം ദ ഡേഞ്ചറസ് ഗായ്. ബ്രോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫെയിലിയർ ആവും ബ്രോ നമ്മുടെ ലൈഫിൽ പല സിറ്റുവേഷൻ. ഇനിയും നമ്മൾ ഫെയിൽ ആവും, നമ്മുടെ ലൈഫിൽ ഫെയിൽ ആവും, നമുക്ക് പ്രോബ്ലം വരും, നമുക്ക് ടെൻഷൻ വരും, നമുക്ക് കരച്ചിൽ വരും, നമുക്ക് വിഷമം വരും, നമ്മളെ ചീറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സംഭവിക്കും. പക്ഷേ we will never ever fucking give up. Love you brother Abhishek Orion. You will never walk alone because we are the said group. This is not the end, this is the beginning. Love you brother. Mwah.